ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. അപ്പൊ ഇന്നത്തെ യാത്ര തുടങ്ങി. ഇന്നലെ സിൽക്ക് സിറ്റിയിലായിരുന്നു ഉണ്ടായിരുന്നത്. സിൽക്ക് സിറ്റി അറിയാലോ, നമ്മളെ പട്ടുനൂൽപ്പുഴുക്കളുടെയും കേന്ദ്രം, കൊക്കൂൺസിന്റെ ഒക്കെ വിപണന കേന്ദ്രവും അവിടെ കൃഷി ചെയ്യുന്ന സ്ഥലമൊക്കെ ഉണ്ട്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് സിൽക്ക് സിറ്റി. അപ്പൊ ഇന്നലെ സിൽക്ക് സിറ്റിയിലായിരുന്നു. അപ്പൊ ഇന്നത്തെ യാത്ര തുടങ്ങിയിട്ടുണ്ട് ബാംഗ്ലൂർക്ക്. വഴിയുള്ള കാഴ്ചകളും എല്ലാ കാര്യങ്ങളും നിങ്ങൾ എത്തിക്കാൻ ഞാൻ. ഓക്കെ, ഇതൊക്കെ കടല കൃഷി കേട്ടോ. നമ്മുടെ നിലക്കടല കൃഷി ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബീൻസ്, കൊത്തമര, ബീൻസ് അല്ല കൊത്തമരയുടെ കൃഷി വേറെ ഉണ്ട് കേട്ടോ. കൊത്തമര ഒന്നും ആയിട്ടില്ല, അതിൻ്റെ ചെടി മാത്രമേ വളർന്നിട്ടുള്ളൂ. ഇതിൽ നിലക്കടലയുടെ കൃഷിയാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം കെങ്കേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ബാംഗ്ലൂർ ടൗണിലേക്ക് ഇനി കുറച്ചും കൂടെ ദൂരം പോകാനുണ്ട്. അപ്പോൾ തൽക്കാലം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ്. ഇത് അത്യാവശ്യം വലിയൊരു സിറ്റി തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കയറ്റം കയറിയിട്ട് വേണം നമുക്ക് പോവാൻ. ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഈ കടയിൽ നിന്നാണ് കേട്ടോ. ഇഡലിയും പൂരിയൊന്നുമില്ല, ഒക്കെ തീർന്നു. അപ്പോൾ അവസാനം അവർ എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം തന്നു. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും കുഴപ്പമില്ല, പരിപ്പുവടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ചോറാണ് കഴിച്ചത്. എന്തോ ഒരു പേര് പറഞ്ഞു, അതിന് പേരൊന്നും എനിക്കറിയില്ല. പക്ഷെ കുറെ ഉണ്ടായിരുന്നു, വയറ് നിറച്ച് കഴിച്ചു കേട്ടോ. പിന്നെ 40 രൂപയായുള്ളൂ ആകെ. അപ്പോ കൊള്ളാം, സാധനം ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ക്വാണ്ടിറ്റി കൂടുതലായിരുന്നു, അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു യാത്ര തുടരുകയാണ്. രക്ഷയില്ലാത്ത ട്രാഫിക് കിട്ടോ എന്റെ പൊന്നോ. ഒരു സാധനം കാണാൻ കേൾക്കാൻ വയ്യ. ഒരു ഹോണടിയാണ് സഹിക്കാൻ പറ്റരുത്. ഒരു രക്ഷയില്ലാത്ത ഹോണടിയാണ്. ആംബുലൻസിന് പോലും വഴി കൊടുക്കണില്ല. അമ്മാതിരി ക്രൗഡ് പറഞ്ഞാൽ അമ്മാതിരി ട്രാഫിക്. കുറെ നേരം ആംബുലൻസിൽ പുറകിൽ നിന്നിട്ട് സൈറൻ അടിച്ചുകൊണ്ടിരിക്കുന്നു. വെറുതെ അതുണ്ടാക്കി ഒരു കാര്യമില്ല. ഇത്രയും കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വണ്ടി പോണത്. हाँ डालो डालो मुश्किल. താങ്ക് യു. അപ്പോൾ ഒരു 3 സുഹൃത്തുക്കളെയും കിട്ടിയിട്ടുണ്ട്. അവർ ഞാൻ പോയിട്ട് അവരെന്നെ ക്രോസ് ചെയ്ത് പോയിട്ട് അവിടുന്ന് ഓടി വന്നതാണ്. എന്നെ സംസാരിക്കാൻ വേണ്ടി ഓടി വന്നതാണ്. അപ്പോൾ താങ്ക്സ് ഉണ്ട്. താങ്ക് യു. ഞാൻ പോലോ രാഹുൽ, രാംരാജ്, മനീഷ്. ഹായ് സുഹൃത്തുക്കളെ, അങ്ങനെ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി ബാംഗ്ലൂർ ടൗണിൻ്റെ ഉള്ളിലൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കണം. അപ്പം ഇനി നമ്മുടെ സുഹൃത്തുണ്ട് ഇവിടെ. അപ്പോൾ ആളുടെ അടുത്തൊക്കെ പോയിക്കൊണ്ടിരിക്കണം. ആളെ കണ്ടെത്തണം. ഏകദേശം 8 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. സുഹൃത്തുക്കളെ, അങ്ങനെ ഞാൻ ബാംഗ്ലൂർ എത്തി. എൻ്റെ സുഹൃത്തിൻ്റെ അടുത്തെത്തി. സുഹൃത്ത് മാത്രമല്ല, എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് കൂടെയാണ് ആൾ കേട്ടോ. അപ്പോൾ ഇവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒരുപാട് ഐറ്റംസ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറുണ്ട്, ആളിവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആള്, ബഷീർ എന്നാണ് പേര്. പുള്ളി ചാവക്കാട് നിന്നാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മുടെ കുടുംബം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നോക്കട്ടെ, നല്ല വിശപ്പുണ്ട്. ഓക്കെ, ഞങ്ങളൊക്കെ മേളിലേക്ക് കയറ്റാണ്. ഇതിൻ്റെ മുകളിലാണ് റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ വണ്ടി ഇവിടെ ഉണ്ട്. ഇവിടെ സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് ഇവിടെ നിന്നെങ്കിൽ നാളെ പോവുള്ളൂ. അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. സൈനിങ് ഓഫ്. ബൈ ബൈ.